ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ കസിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ്. തലേദിവസത്തെ വെഡ്ഡിങ്ങിൻ്റെ എല്ലാതും കൂടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ അതാ ഞങ്ങളെ ഡ്രസ് കോഡ് വൈറ്റ് ആയിരുന്നു കേട്ടോ. ഒരേപോലത്തെ അല്ല, നമ്മളൊരു തീം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വൈറ്റ് കളറ് ഡ്രസ്സായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാവരും ആദ്യം ഒരു ഇൻട്രോ ഒക്കെ എടുത്ത് ഞങ്ങളിതാ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പാടവക്കത്താണ് മാമിൻ്റെ വീട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. പിന്നെ അത് അവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പം നമ്മുടെ കല്യാണക്കുട്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യായിരുന്നു. നമ്മുടെ സെറ്റുമുണ്ട ധാവണിയായിരുന്നു കേട്ടോ, ധാവണിയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നിട്ട് അവളെ നിന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പെണ്ണിൻ്റെ അനിയത്തി കേട്ടോ, അഞ്ചു. അപ്പോൾ അവളും ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി റെഡി ആവാൻ കേട്ടോ. ഇത് അമ്മമ്മ, അതൊക്കെ കല്യാണത്തിൻ്റെ അമ്മായിമാരാട്ടോ, എൻ്റെ വല്യമ്മമാരാണ്. അപ്പോൾ അവരൊക്കെ ആദ്യം ഒന്ന് നാണം താക്കിയതിന് പിന്നെ അവരൊക്കെ ഓക്കെ ആയിട്ടോ. പിന്നെ ഞങ്ങൾ അവൾക്ക് മാലയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ അവളെ സെറ്റാക്കിയിട്ടോ. പിന്നെ ഞങ്ങൾ ഇത് ഞാൻ ഇട്ട് കൊടുത്ത മൈലാഞ്ചി കേട്ടോ. അപ്പോൾ വലിയമ്മമാരോട് കൈ കാണിക്കുക പറഞ്ഞപ്പോൾ അവർ കാണിച്ചു. വലിയ എയിമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് അവരുടെ ഒരു സന്തോഷം. പിന്നെ ഞങ്ങളിതാ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞങ്ങനെ ആ എൻട്രൻസിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ലീഡ് സെറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ആറുമുത്തുകാവിൽ പോയി. പിന്നെ അവളെ ഫോട്ടോഷൂട്ട് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ ഞങ്ങളേതായ ഫോട്ടോഷൂട്ട് വേറെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ജസ്റ്റ് ഒരു ക്ലിപ്പൊക്കെ എടുത്തു. അങ്ങനെ ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ വീട്ടിലെത്തി. പിന്നെ പുടവ കൊടുക്കണമെന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ആ ഒരു മൊമെൻറ്റ് നോക്കി നിന്ന് അപ്പോഴേക്ക് വീഡിയോ എടുക്കാൻ മറന്നു. അങ്ങനെ പുടവ കൊടുക്കാനുള്ളവരൊക്കെ വന്നിട്ട് ഭക്ഷണമൊക്കെ വെച്ചിട്ട് അവർ പോയി. പിന്നെ ഞങ്ങളുടെ പരിപാടികളാണ് സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ ഇതൊക്കെ അമ്മായിമാർ. എൻ്റെ അമ്മായിമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടീനൊന്നും എൻ്റെ കയ്യിൽ കിട്ടുകയേ ചെയ്തിട്ടില്ല. അവളെ ചേച്ചിമാരെ കൂടി മേമ്മമാരെ കൂടി ഏട്ടന്മാരെ കൂടെയൊക്കെ കളിക്കുക തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കളിക്കേണ്ട പ്രായമില്ല. അപ്പോൾ ഞാൻ അവരെ കൂടെ ഒന്ന് വിട്ടു. പിന്നെ വലിയ കുടുംബമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല കുട്ടിയായിരുന്നു. ഏട്ടൻ്റെ കല്യാണത്തിന് പറഞ്ഞാൽ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. പക്ഷേ ഈ കല്യാണത്തിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. നല്ല കുട്ടിയായിട്ട് എല്ലാത്തിനും നല്ല കുട്ടിയായിട്ട് നിന്നു. അങ്ങനെ ഒന്നുകൂടി ഇട്ടായപ്പോൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ കേട്ടോ. പിന്നെ അനിയത്തിമാരൊക്കെ പാട്ടൊക്കെ സെറ്റാക്കുന്നത് ഞങ്ങൾ ഡാൻസിൻ്റെ. നമ്മൾ പ്രദീപേട്ടനാണ് കേട്ടോ, വല്യമ്മയുടെ മകനാണ്, പാവാണ് കേട്ടോ. അപ്പോൾ ഏട്ടനൊരായൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടി ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അവർക്ക് പിന്നെ അവർ മതി കേട്ടോ, കുട്ടികളെ കൂടി ഇരുന്നു. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് വാരി കൊടുക്കാൻ നോക്കുമ്പോൾ സമ്മതിക്കുന്നില്ല. അവളെ തന്നെ കഴിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് അതുതന്നെ ഉണ്ടായത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടനൊക്കെ വന്നു കേട്ടോ. ഏട്ടനും അച്ഛനും അനിയനൊക്കെ വന്നു. അങ്ങനെ നമ്മളെ പരിപാടി കുറേ ഞാൻ ഷോർട്സിലിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാതും കൂടി വലിച്ചു വാരിയിരുന്നില്ല. അങ്ങനെ അവളുടെ മറ്റേ നമ്മുടെ കേക്കിൻ്റെ വീഡിയോ ഒക്കെ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കൻ വന്നായിരുന്നു. ചെക്കൻ വന്ന് വീഡിയോയിൽ പെടുത്താൻ പറ്റിയില്ല. ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടു. അപ്പോൾ ചെക്കൻ വന്നായിരുന്നു സർപ്രൈസായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കലാശക്കൊട്ടാണ് കേട്ടോ. ഇതിൻ്റെ മാമനാണ്. മാമ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. നല്ല കട്ട സപ്പോർട്ടാണ് കേട്ടോ മാമ എല്ലാത്തിനും. അപ്പോൾ അത് ആ മാമൻ്റെ ഡാൻസ് എല്ലാവരും കണ്ടോളൂ കേട്ടോ. അടിപൊളിയാണ് മാമൻ. ഭയങ്കര ഓണാണ്, എല്ലാ കാര്യത്തിനും ഭയങ്കര സ്മാർട്ടാണ്. അവിടെ ഞങ്ങൾക്ക് കുഴപ്പമില്ല, എല്ലാ കളിക്കും നിന്നേരും കണ്ടോ. അങ്ങനെ അടിച്ച് പൊളിച്ചു ഞങ്ങൾ കല്യാണം കേട്ടോ. അടിച്ച് പൊളിച്ച് പോകണം എല്ലാവരുമായിട്ട്. ഇങ്ങനെ ആകുമ്പോൾ എല്ലാവരും കാണാൻ പറ്റും. എല്ലാവരും വന്നായിരുന്നു കേട്ടോ. അതാണ് നമുക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും കാണാനും എല്ലാത്തിനും പറ്റി ഞങ്ങൾക്ക്. അങ്ങനെ തിമിർക്കലിനെ ആയിരുന്നു കേട്ടോ കുറേ നേരം. അങ്ങനെ ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് തിരിച്ച് നമ്മളെ അമ്മമ്മയുടെ വീട്ടിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറേ നേരത്തിന് ശേഷമാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തന്നെ ഏതാണ്ട് ഒരു 11:30-11:45 സമയമായി. അപ്പോൾ നമ്മളെ വിശപ്പൊക്കെ കിട്ടും. എന്നാലും നമ്മൾ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ലഡു അങ്ങനെ 2 തരം കേക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചപ്പോൾ അത്യാവശ്യം വയറ് നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ അപ്പം കഴിച്ചില്ല. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പോയതിൻ്റെ ശേഷം ഞങ്ങൾ TV ഇരുന്നത് കേട്ടോ. ഈ ഡാൻസ് കളി കുറേ നേരത്തിനുണ്ടായിരുന്നു. ഡാൻസ് പറയുന്നത് എപ്പോഴേലും ഉള്ളതല്ല. അപ്പോൾ ഈ പരിപാടികളൊക്കെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് കേട്ടോ. അവിടുത്തെ ഒരു പ്രത്യേകതയാണത്. എല്ലാവരും കളിക്കാം. ലാസ്റ്റ് ആയപ്പോഴേക്കും അമ്മായിമാരും വല്യമ്മമാരും മേമ്മമാർ പറയാൻ അങ്ങനെ അധികമില്ല, ഒക്കെ വല്യമ്മമാരാട്ടോ. അമ്മ ചെറുതാണ്. പിന്നെ അനിയത്തിമാരായാലും അതെ കേട്ടോ. അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. അതെ. അപ്പോൾ ഞങ്ങൾ ഡാൻസ് കഴിയുമ്പോഴേക്കും ഒരു നേരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 12 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ തിരിച്ച് പോയത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഒരു 6:30-6:45 ടൈം ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ നീച്ച സമയത്ത് ഞാൻ അവിടുത്തെ അവരൊക്കെ എടുത്തതാണ്. പിന്നെ റെഡി ആവണമെന്നൊന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങൾ നേരത്തെ ഒരു 8:30 ആകുമ്പോഴേക്കും ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ പോയി. പിന്നെ അവിടെ നിന്ന് ബസ്സിലാട്ടോ, ബസ്സിൽ കയറി അങ്ങനെ ഓടിച്ചോടത്തിലെത്തി. അപ്പോൾ വിയർത്ത് കുളിച്ചായിരുന്നു. ഇന്നേ വരില്ലാത്ത വിയർപ്പും ചൂടൊക്കെ ആയിരുന്നു കേട്ടോ ആ സമയത്ത് ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. അങ്ങനെ അതാ ചെക്കനെയും പെണ്ണിനെയും കെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാം കേട്ടോ. പുത്തനാങ്കാവിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കെട്ട്, ചെറുപ്പളശ്ശേരി. അങ്ങനെ ഇതാ ഞങ്ങൾ കെട്ടൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടും ദാഹവും. ഏറ്റവും കൂടുതൽ വെള്ളം ഔട്ടോ അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വല്യമ്മ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വിശപ്പിൻ്റെ വിളി വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഓരോ ട്രോൾ അവിടെ നിന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും പറഞ്ഞാൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. തിരക്ക് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തിരക്കില്ല. നമുക്ക്
അത്യാവശ്യത്തിന് തിരക്കുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വലിയൊരു ഹോളായിരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള തിരക്കില്ല. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ കിട്ടി അവിടെ പോയിരുന്നു. ഇത് കണ്ണനുണ്ടോ, അവന് കുറച്ച് നാളുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങളൊക്കെ ഞാനും സഞ്ജുവൊക്കെ ഒപ്പം ഇരുന്നത്, മാമൻ്റെ മോളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടിച്ച് വെട്ടുകയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു, ഭയങ്കര നല്ല സദ്യയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു സദ്യയും പാലട പായസമൊക്കെ കഴിക്കുന്നത്. അതിൻ്റെ ഒരു ഇതാണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സഞ്ജുവിനോട് പറയുന്നത് സാമ്പാർ അടിപൊളിയാടി പറയുമ്പോൾ, ചേച്ചി അത് കിട്ടിയില്ല ഒന്നുകൂടി പറയുന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോഴും കൂടി അതായി സദ്യ കാണുമ്പോൾ ഒന്നുകൂടി കഴിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നുകയാണ്, അത്രയും ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ. അവരൊക്കെ എൻ്റെ കണവയ്ക്ക് വീഡിയോ എടുക്കണം പറഞ്ഞപ്പോൾ അവരനൊക്കെ ഒരായി പറയുകയാണ്. പിന്നെ ഈ മഞ്ഞ നമ്മുടെ ചക്കര കേട്ടോ, അവളെ ഞങ്ങൾക്ക് നേരെ കാണിച്ചു തരാം. അവൾക്ക് കുറച്ച് ഷൈ ആണ്, അത് നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിന്നെയും ഓഡിറ്റോറിയത്തിൽ കയറി. അപ്പോൾ നമ്മുടെ ചെക്കനും പെണ്ണും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയിക്കായിരുന്നു. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഇവിടെ കേട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ ഇറങ്ങണ സമയമായി. അപ്പോൾ ഇറങ്ങുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, എല്ലാവരും അത്യാവശ്യം ഒന്ന് ഇമോഷണലായി. അപ്പോൾ അതൊന്നും ഞങ്ങൾ എടുത്തില്ല. പിന്നെ ഞങ്ങൾ റിട്ടേൺ തിരിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനുണ്ട്. ഞങ്ങൾക്ക് നാലാം കല്യാണം പോകണം. അപ്പോൾ പോയാലും അതേ പെട്ടെന്ന് റെഡി ആവണം. 3 മണിയാകുമ്പോഴേക്കും നാലാം കല്യാണം പോകണം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വേഗം ഡ്രസ്സൊക്കെ മാറ്റി. ഇവിടെ തുമ്പിക്കുട്ടി ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സ് മാറ്റാൻ എൻ്റെ മുഖം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇവിടെ ഉറങ്ങുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ഈ ഡ്രസ്സ് മാറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ നിൽക്കണത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നടന്നു പോകട്ടെ, എല്ലാവരും നടക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം ഞാൻ ഉള്ളൂ കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തുമ്പിക്കുട്ടിയെ നമ്മൾ നീപ്പിച്ചായിരുന്നു കേട്ടോ. അവളെ ഉറക്കത്തു നിന്നൊക്കെ നീപ്പിച്ച് നല്ല കുട്ടിയാക്കിയിട്ട് അവൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ ആൾ നടന്നു കേട്ടോ, ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടന്നു. അങ്ങനെ വലിയ അലമ്പ് പിന്നെ ഉണ്ടായില്ല. ഒന്നും ഉറങ്ങിയപ്പോൾ അത് ഓക്കെ ആയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ്, എന്ന് വെച്ചാൽ ചെക്കൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ആദ്യം അവിടെ പോയിട്ടാണ് പിന്നെ ഓഡിറ്റോറിയത്തേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ചെക്കൻ്റെ വീട്ടിൽ ഉള്ള ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കയറി ചെന്നപ്പോഴേക്കും അവളെ കണ്ടു. പിന്നെ ആ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്കുള്ള നടത്താനായിട്ട് ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ അത് ഏട്ടനും ഉണ്ട്. അങ്ങനെ എല്ലാവരും പാടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. വീടിൻ്റെ ഫ്രണ്ട് എത്താറായപ്പോഴേക്കും പിന്നെ വീഡിയോ ഓഫ് ചെയ്തു. പിന്നെ ഇത് അടുത്ത ക്ലിപ്പാണ്. ഇത് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെയാണ് കേട്ടോ. തൃക്കടീരി അവിടെ എങ്ങനെയായിട്ടാണ് ഈ ഓഡിറ്റോറിയം വരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ അനങ്ങമലയുടെ ഒരു ഏരിയയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തുമ്പിക്കുട്ടിക്ക് കയറി ചെന്നപ്പോൾ ബിനാമി വേണം പറഞ്ഞു. ബിരിയാണിക്ക് ബിനാമി എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ബിരിയാണി കൊടുത്തപ്പോൾ നമ്മൾ കഴിക്കും വിചാരിച്ചു, അവളൊന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ നല്ല ഫുഡ് തന്നെയായിരുന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അതൊന്നും വീഡിയോയിൽ എടുത്തില്ല കേട്ടോ. കാരണം ഈ കസിൻസിനായിട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയുക, നമുക്ക് എത്ര പറഞ്ഞാലും അവരോടുള്ള സംസാരം കഴിയില്ല. അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ എല്ലാവരും കമ്പനിയാണ്, അതാണൊരു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട്. എല്ലാവരും നമ്മളടുത്ത് ഓരോന്നും ചോദിച്ചിട്ടും നല്ല രസമാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ. ഞാനെൻ്റെ കല്യാണത്തിന് മുന്നേയൊക്കെ വെക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ വേഗം അമ്മമ്മോടിക്ക് പോകും കേട്ടോ. പിന്നെ വെക്കേഷനൊക്കെ തീരാറാകുമ്പോഴേ വരും. അത്ര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.